ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഇവിടെ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ല കാര്യമാണ്. നല്ല കാര്യം എന്നല്ല, ഒരു സുഖം. ഇത് കൂടെ ഇങ്ങനെ ആൾക്കാർ കുറേ പേര് പോവും. കുറേ പേര് പോകുമ്പോൾ കുറേ പേരുടെ കുറ്റങ്ങൾ ഇങ്ങനെ പറയുന്നത് നമുക്ക് ഇങ്ങനെ കേൾക്കാം. ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ഉള്ള കാര്യങ്ങളായിരിക്കാം. എന്നാലും അവർക്കത് പറയുമ്പോൾ ഒരു സുഖം, കേൾക്കുമ്പോൾ നമുക്കൊരു സുഖം. അത്ര തന്നെ. ഞങ്ങളിവിടെ ഇരിക്കുന്നത് വല്യമ്മനെ കാത്തിട്ടാ. വല്യമ്മ എന്തെങ്കിലും കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇവൻ്റെ പനി മാറിയിട്ടുള്ളൂ കേട്ടോ. വെയിലത്ത് കളിക്കണ്ടെന്ന് ഇവനോട് പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ ഇവനെ പുറത്തേക്ക് കണ്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. ഇവനങ്ങ് മുറ്റത്ത് ഇറങ്ങണം. ഇറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ബഹളമാണ്. അതവൻ്റെ ആ ജന്മശത്രു പൂച്ച. അതിനൊപ്പം ഇടും. വേണ്ടട്ടാ, അടിക്കണ്ടട്ടാ. വെറുതെ ഒന്നല്ല ഇവൻ ഇരിക്കുന്നത്. വല്യമ്മേനെ കാത്തിരിക്കുക. വല്യമ്മ പോകുമ്പോൾ ഒരു ലിസ്റ്റ് ഇടും. അത് മുഴുവൻ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി ഇരിക്കണതാട്ടവൻ. കുഞ്ചായിക്ക് ഡാൻസ് പ്രാക്ടീസ് ഉള്ള കാരണം വരാൻ നേരം വൈകുന്നത്. അപ്പോൾ അവളേനും കാത്തു ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വരാറായിട്ടുണ്ട്. കുഞ്ചായി വരാറായിട്ടില്ലേ? ആ, വല്യമ്മ എന്തോ കൊണ്ടുവരാ? വല്യമ്മടെ എന്തോ കൊണ്ടുവരാനാ പറഞ്ഞേക്കണെന്ന്? ഏ വാവൂരില്ലേ? കൊണ്ടുവരുമോ വല്യമ്മ? കുഞ്ചായിനെ നോക്കണം കേട്ടോ. അവൻ കുഞ്ചായി വരുന്നുണ്ടടാ. കുഞ്ചായി വരുന്നുണ്ടടാ. അയ്യോ, കുഞ്ചായി വരുന്നുണ്ടാ? മണിക്കൂട്ടം പണങ്ങി. ഞങ്ങള് ലിസ്റ്റിലുള്ളത് കൊണ്ടുവരുന്ന വെച്ചിട്ട് കുട്ടി ഇരുന്നായിരുന്നേ. എന്താടി നീ വാങ്ങാഞ്ഞേ? അന്നെന്ത് നിനക്ക് മാത്രം കടടക്കണല്ലോ? ബാക്കിയുള്ളവർക്കൊന്നും അത് വിചാരിച്ചിട്ട് കടടക്കണേക്ക് മുമ്പ് വാങ്ങിക്കണ്ടേ? 5 മണി വരെ കട ഉണ്ടായിരുന്നു. അതെ, മിഠായിക്ക് കട അടച്ചു. എന്താ ചെയ്യ, ഒറ്റ കട തുറന്നിട്ടില്ല. സാരില്ല അല്ലേ? ഇനി പോകുമ്പോ വാങ്ങിക്കാല്ലേ? പൊന്നുവാ, എന്റെ പൊന്നൂരും വന്നേ. എന്റെ മണിക്കൂട്ടാ, അപ്പൊ അവരെത്തി. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ.